വളരെ നൈസായിട്ടുള്ള അത്യാവശ്യം ക്രിസ്റ്റൽ രൂപത്തിലുണ്ട്. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കാർബണേറ്റ് ആ അമ്ലത്വമായിട്ട് പ്രതിപ്രവർത്തിച്ച് സ്ലോ റിലീസായിട്ട് pH കറക്റ്റ് ചെയ്യും. ജാതിപത്രി ഉണ്ടോ? ഇത് ഏകദേശം 4 ഗ്രാം തൂക്കം വരുന്ന പത്രിയായി കാണുന്നത്. ഇതേ നോക്കിയേ, ഈ ജാതിമരം കണ്ടോ? ഏകദേശം 3 വർഷത്തിൽ താഴെ മാത്രമേ ഇതിന് പ്രായമായിട്ടുള്ളൂ. എത്ര തിക്കായിട്ടാണ് ഇതിനകത്ത് കായകൾ ഉണ്ടായി കിടക്കുന്നതെന്ന് നോക്കിയേ. എത്ര സ്ട്രോങ് ആയിട്ട്, എത്ര ആരോഗ്യമായിട്ടാണ് ഇതിൻ്റെയൊക്കെ ഓരോ ഇലകളും കാര്യങ്ങളും നോക്കി. ഏത് കൃഷിക്കും ഇതുപോലെ വിളവ് ലഭിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം മണ്ണിനെ കൃത്യമായ പരിചരണം കൊടുക്കുക എന്നുള്ള. മണ്ണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള കാര്യം മണ്ണിന്റെ പുളിപ്പ് ക്രമീകരിക്കുക എന്നുള്ള. അതായത് ഇത് ശരിക്കും പറഞ്ഞ ഒരു വിവാദ വിഷയം തന്നെ, ശരിയല്ലേ? അതായത് ജൈവ കൃഷിയും രാസകൃഷിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന വലിയൊരു വിഷയം തന്നെയാണ് ഈ പുളിപ്പ് ക്രമീകരണം, അല്ലെങ്കിൽ അതിന്റെ pH കറക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. മണ്ണിന്റെ അമ്ലത്വം അല്ലെങ്കിൽ അസിഡിറ്റി അല്ലെങ്കിൽ എന്താ പറയണ പുളിപ്പ് കേരളത്തിൽ ശരിക്കും മണ്ണിന്റെ ഒരു ദൗർബല്യം തന്നെയാണ്, ശരിയല്ലേ? കാരണം ഏത് കൃഷിയാവട്ടെ, അതിപ്പോ ജൈവ കൃഷിയാണെങ്കിലും മറ്റ് കൃഷി രീതികളും ആയിക്കട്ടെ, കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് തന്നെ പറയുന്നത് ശരിക്ക് ഈ പറഞ്ഞ മണ്ണിന്റെ പുളിപ്പ് മാറ്റുക എന്നുള്ളത്. ഇപ്പോൾ കൃഷിക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ മണ്ണിന്റെ pH കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ചില സ്ഥലങ്ങളിലേക്ക് ഒച്ചുകൾ, തോടുള്ള ഒച്ചുകളെ കണ്ടിട്ടുണ്ടോ? അത് ശരിക്കും pH കുറഞ്ഞ സ്ഥലങ്ങളിൽ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു റിക്കവറി മെത്തേഡാണ് ഈ പറഞ്ഞ ഷെല്ലുള്ള ഒച്ചുകൾ. അത് നശിക്കുമ്പോൾ ഈ ഷെല്ലുകൾ മണ്ണിലേക്ക് അടിഞ്ഞുകൂടുകയും അത് പൊടിഞ്ഞ് മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റം അത് പ്രകൃതിക്കുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ, അത് നമ്മൾ ഇൻഡസ്ട്രിയലി ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാതെ ചെയ്യുമ്പോഴാണെങ്കിലും അതിന് കൃത്യമായ രീതിയിൽ നമ്മൾ pH കറക്റ്റ് ചെയ്യാനായിട്ട് പ്രകൃതിയുടെ തന്നെ മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രകൃതി തന്നെ ഇതിന് പരിഹാരം ശരിക്കും കണ്ടുവച്ചിട്ടുണ്ട്. അത് പച്ചക്കക്ക അല്ലെങ്കിൽ നമ്മുടെ കുമ്മായം, ഇങ്ങനെ 2 സാധനങ്ങളാണ് നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഏത് ചെടിക്കും വളം നൽകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ pH കറക്റ്റ് ചെയ്യുക, അതായത് ഭൂമിയുടെ അസിഡിറ്റി കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അമ്ലത്വം കറക്റ്റ് ചെയ്യുക എന്നുള്ള. അതിന് നമുക്ക് 2 മാർഗ്ഗങ്ങളാണ്. ഒന്ന് നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുമ്മായം. കുമ്മായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കക്ക നീറ്റി ഒരു പ്രോസസ്സ് കഴിഞ്ഞ് അതായത് അതൊരു കെമിക്കലാണ് ശരിക്കും, അല്ലേ? അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തലമുറകളായിട്ട് ചെയ്തു വന്നിരുന്നൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ആവശ്യമില്ലാതെ, അതായത് ഒരു കെമിക്കൽ ഭൂമിയിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ കുമ്മായിട്ട് നമുക്ക് മണ്ണിൻ്റെ pH കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു ദോഷം എന്ന് വെച്ചാൽ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട്, അത് പെട്ടെന്ന് നമുക്ക് pH കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുമ്മായ ഇടുക. പ്ലസ് അതായത് നമുക്കൊരു 30-45 ദിവസം വരെ അതിൻ്റെ ഈ pH കറക്റ്റായിട്ട് നിൽക്കും. അതിനുശേഷം വീണ്ടും അത് പഴയ രീതിയിലേക്ക്, ഏതാണോ മുമ്പുണ്ടായിരുന്ന ആ അവസ്ഥയിലേക്ക് പോകും. അതായത് ഒരു മഴ പെയ്താൽ പോലും ഈ സംഭവം കുമ്മായം കലങ്ങി ഒഴുകി പോവുകയും pH നമുക്കറിയാം pH കുറഞ്ഞു പോവുകയും ചെയ്യും. ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ അറിയാം, മഴ കേരളത്തിൻ്റെ കാലാവസ്ഥ വളരെ വ്യത്യസ്തമായിട്ട്, അതായത് ഒരു 8 മാസം വരെ മഴ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ pH ബാലൻസിങ് തെറ്റാനുള്ള കൂടുതൽ ചാൻസസ് ആണ്. സാധാരണയായി കർഷകൻ pH കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് കുമ്മായം അല്ലെങ്കിൽ നീറ്റിയൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുമ്മായ ഇടുന്ന സ്ഥലത്തെ സൂക്ഷ്മജീവികൾ, മണ്ണിര അല്ലെങ്കിൽ അതിൻ്റെ സസ്യങ്ങളിലെ ഇളം വേരുകൾ വരെ കുമ്മായം നശിപ്പിക്കും. ഇത് മണ്ണിൽ ശരിക്കും എന്താ പറയണേ, 30 മുതൽ 45 ദിവസം വരെ അതിൻ്റെ എഫക്റ്റ് നിലനിൽക്കുകയുള്ളൂ. എന്നാൽ പച്ചക്കക്ക പൊടി അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് കൊടുത്താൽ ഇത് ശരിക്കും 100% നാച്ചുറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, ശരിയല്ലേ? കക്ക എടുക്കുന്നു, അത് പൊടിക്കുന്നു, അല്ലാതെ വേറെ അതിനകത്ത് ഒരു ദോഷകരമായിട്ടുള്ള കാര്യങ്ങളും ചേർക്കുന്നില്ല. ഇത് പ്രകൃതിയുടെ തന്നെ ഒരു ഉൽപ്പന്നമാണ്. കേരളത്തിൽ ഇത്രയും മഴ നിൽക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് pH കറക്റ്റ് ചെയ്യുന്നതിന് കുമ്മായം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്തുവല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് പച്ചക്കക്കപ്പൊടി, അതായത് കാൽസ്യം കാർബണേറ്റ്. പ്രയോജനം വളരെ നൈസായിട്ടുള്ള അത്യാവശ്യം ക്രിസ്റ്റൽ രൂപത്തിലുണ്ട്. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മണ്ണിന്റെ അമ്ലത്വം എപ്പോൾ പെടുന്നു, അതായത് അതിന്റെ അസിഡിറ്റിയിൽ വ്യത്യാസം വരുന്നു, അപ്പോൾ ഈ വ്യത്യാസപ്പെടുന്നു കാർബണേറ്റ് ആ അമ്ലത്വമായിട്ട് പ്രതിപ്രവർത്തിച്ച് സ്ലോ റിലീസായിട്ട് pH കറക്റ്റ് ചെയ്യും. നമ്മൾ ഈ പച്ചക്കറി കൃഷിയിലൊക്കെ വരുമ്പോൾ കുമ്മായം വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്, അല്ലേ? ഈ പച്ചക്കറി കൃഷികളെന്ന് വെച്ചാൽ പെട്ടെന്ന് വിളവെടുക്കുന്ന സാധനം. അപ്പോൾ അതിന് പെട്ടെന്ന് മണ്ണിൻ്റെ pH റെഡിയായി അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷേ ദീർഘകാല വിളകളായ ജാതി, കവുങ്ങ്, അങ്ങനെയുള്ള തെങ്ങ്, അങ്ങനെയുള്ള വൃക്ഷങ്ങൾക്ക് പെട്ടെന്ന് pH മാറേണ്ട കാര്യമില്ല. പതുക്കെ അതിൻ്റെ pH കറക്റ്റായി വരേണ്ട ആവശ്യമുള്ളൂ. ഈ പച്ചക്കക്ക ദീർഘകാല വിളകൾക്ക് വളരെ അനുയോജ്യമാണ്. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ പച്ചക്കക്കയുടെ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വളരെ സ്ലോ റിലീസാണ്. പക്ഷേ അത് കൂടുതൽ നാള് pH-നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തും. എപ്പോഴൊക്കെ മണ്ണിൽ അമ്ലത്വം ഉണ്ടാകുന്നോ അപ്പോൾ അതിനോട് പച്ചക്കക്ക അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് റിയാക്ട് ചെയ്ത് അതിനെ ന്യൂട്രലാക്കി pH നിലനിർത്തിക്കൊണ്ട് പോകും. കാരണം അപ്പോൾ നമുക്കറിയാൻ പറ്റും മണ്ണിൽ
ഈ കക്കയുടെ അംശം കുറയുന്നതിനനുസരിച്ച് അത് മണ്ണിനോട് അലിഞ്ഞു ചേരുക. തന്നെയല്ല കാൽസ്യവും മണ്ണിൽ കൂടുതൽ ലയിച്ച് ചേരുക. കാൽസ്യമാണ് ഒരു വൃക്ഷത്തിൻ്റെ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ മനുഷ്യരുടെ ജീവജാലങ്ങളിലേക്കാണെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് കാൽസ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. എന്ന് പറഞ്ഞ പോലെ ഓരോ കോശങ്ങളുടെയും ഘടന മെച്ചപ്പെടുത്തുന്നതിനൊക്കെ കാൽസ്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ കാൽസ്യം മെച്ചപ്പെട്ടെങ്കിൽ മാത്രമേ ഓരോ വൃക്ഷത്തിനും അതിൻ്റെ റെസിസ്റ്റിംഗ് പവർ, മറ്റ് ഡിസീസുകളിൽ നിന്നുള്ള റെസിസ്റ്റിംഗ് പവർ ഉണ്ടാകുന്നതും ഒക്കെ ഈ കാൽസ്യം നല്ല രീതിയിൽ മണ്ണിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ വൃക്ഷങ്ങളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും നല്ല രീതിയിൽ വളരൂ. ഈ കാൽസ്യം കാർബണേറ്റ് മണ്ണിലുണ്ടെങ്കിൽ, അതായത് പച്ച കക്കാപ്പൊടി മണ്ണിലുണ്ടെങ്കിൽ മണ്ണിൽ എപ്പോഴും കാൽസ്യം റിച്ച് ആയിരിക്കും. അത് മണ്ണിൻ്റെ ഭൗതിക ഘടന മെച്ചപ്പെടുത്തും. മണ്ണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയും, അത് മണ്ണിനകത്ത് ഉണ്ടാകുന്ന അഗ്രിഗേറ്റ്സ്, അതുപോലെ ആ അഗ്രിഗേറ്റ്സ് ഉണ്ടാക്കാനായി പ്രവർത്തിക്കുന്ന ചെടികൾ, ജന്തുക്കൾ എല്ലാത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനം, ഇതെല്ലാം ഈ കാൽസ്യം ത്വരിതപ്പെടുത്തും. പിന്നെ അതുപോലെ മറ്റു സൂക്ഷ്മജീവികൾ, മണ്ണിലുള്ള ഇൻസെക്ട്സ്, മണ്ണിലുള്ള വേംസ്, മണ്ണിലുള്ള ബാക്ടീരിയസും ഒക്കെ ഈ കാൽസ്യത്തിൻ്റെ അളവ് വളരെ ബൂസ്റ്റിംഗ് ആണ്. അവയുടെ പ്രവർത്തനം വളർച്ചയെ ശരിക്കും ത്വരിതപ്പെടുത്തുന്ന ഒന്നുകൂടെയാണ്. അത്തരത്തിലുള്ള മണ്ണിൻ്റെ ഘടന നന്നാക്കാനായിട്ടും മണ്ണിലുള്ള വേരുപടലം ശക്തമാക്കുന്നതിനും കാൽസ്യം വളരെയധികം സഹായിക്കും. പച്ചക്കക്കപ്പൊടി മണ്ണിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ചെടിക്ക് മണ്ണിലെ pH കൃത്യമാവും. അങ്ങനെ pH കൃത്യമാകുമ്പോൾ ശക്തമായ വേരുപടലം ഉണ്ടാകും. ശക്തമായ വേരുപടലത്തിലൂടെ മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ഒക്കെ ചെടിക്ക് ഈസി ആയിട്ട് ആഗിരണം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെടിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. മണ്ണിൽ കാൽസ്യം റിച്ച് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും മറ്റ് ഡിസീസസ് അറ്റാക്ക് ചെയ്യണം. അതായത് പോൾട്രി ഈ മെൽജോ, ഡൗണി ഈ മെൽജോ തുടങ്ങിയ രോഗങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധ ശേഷി സസ്യങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. pH കറക്റ്റായി നല്ല രീതിയിൽ വളരുന്ന സസ്യങ്ങൾക്ക് മറ്റ് ഡിസീസുകൾ, അതായത് ഫംഗൽ അറ്റാക്കുകൾ അല്ലെങ്കിൽ മറ്റ് അഴുകൽ രോഗങ്ങൾ, ഇതൊന്നും കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. കക്കപ്പൊടി ഇട്ട് pH ന്യൂട്രലായി സസ്യങ്ങൾ നല്ല രീതിയിൽ നല്ല ഹെൽത്തിയോടെ വളർന്നാൽ നമ്മൾ ഈ ജാതിയിലുണ്ടാകുന്ന പല അസുഖങ്ങളും കുറയും. അതായത് മച്ചിങ്ങ പൊഴിച്ചിൽ അല്ലെങ്കിൽ മറ്റ് ഫംഗൽ ഇൻഫെക്ഷൻസ്, ഫംഗൽ ഡിസീസസ് ഒക്കെ കുറയും. കമ്പാരിറ്റീവ്ലി വളരെ കുറവ് കാണിക്കും. പക്ഷേ ഇതുപോലെ തന്നെയാണ് മറ്റ് ദീർഘകാല വിളകളായിട്ടുള്ള തെങ്ങ്, കമുങ്ങ്, റംബുട്ടാൻ അല്ലെങ്കിൽ മാംഗോസ്റ്റിൻ എല്ലാ വൃക്ഷങ്ങൾക്കും നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും, നല്ല ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. ഈ പച്ചക്കക്കപ്പൊടി പലയിടത്തും പല റേറ്റിലാണ് പോകുന്നത്. അതായത് 30 രൂപ വരെ, ഞാനൊരു സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ 30 രൂപ വരെയും വാങ്ങുന്നുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് സാധാരണക്കാരായ കർഷകരാണ്, അവരെ സഹായിക്കണം. അപ്പോൾ അതിന് മിതമായ ഒരു വില മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ. അത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും കിട്ടും. നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമുക്ക് ഡെലിവറി കൊടുക്കാൻ സാധിക്കും.